അപ്പോൾ ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ് ലെവലിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതായത് ബ്രൗസറിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് അതായത് ഓരോ ബ്രൗസറിനും ഓരോ എഞ്ചിൻസ് ഉണ്ട്. ക്രോമിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റ് എഞ്ചിൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സഫാരിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് നൈട്രോ, അതുപോലെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണെങ്കിൽ ചക്ര, പിന്നെ സ്പൈഡർ മങ്കി, ഇതിലാണ് ഫയർഫോക്സിൽ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അതുമാത്രമല്ല ആ എഞ്ചിനിൽ തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയല് റൺ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആവുന്ന ഒരു എൻവയറമെൻ്റ് ആണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതുമാത്രമല്ല പിന്നെയും അതിൻ്റെ ഒരു ടൈപ്പ് പറഞ്ഞിരുന്നു. അതായത് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും പിന്നെ ഫങ്ഷൻ എക്സിക്യൂട്ട് കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് പറയാൻ പോകുന്നതാണ് എന്ത് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്താ, അതുപോലെ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്താ, അതിൻ്റെ റോൾ എന്താ, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് വെറുതെ നോക്കിപ്പോയിട്ട് യാതൊരു കാര്യമില്ല. ഒരു പെന്നും ഒരു നോട്ടും അടുത്ത് വെക്കുക, എന്നിട്ട് ഒരു ഡയഗ്രാം പോലെ എന്ത് ചെയ്യുക, എഴുതി പോവുക. ഇപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, ഹൈ ലെവൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് ബ്രൗസറിൽ സപ്പോർട്ട് ആവില്ല. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് സപ്പോർട്ട് ആവുന്നത്, അവിടെയാണ് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ കാര്യം, പിന്നെ ഈ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് പ്രോപ്പറായി പഠിപ്പിച്ചത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വേറൊരു കാര്യം തീരുമാനിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ടെലിഗ്രാമിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ പ്രോപ്പറായി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും സംശയം ചോദിച്ചാൽ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ ആവട്ടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ടെലിഗ്രാമിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെലിഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മളതായിട്ടുള്ള ഒരു സെർവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അത് കൂടാതെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഡെവലപ്പേഴ്സ്, നമ്മളെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇപ്പോഴും വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഡെവലപ്പേഴ്സിനെ ആഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സപ്പോർട്ട് നമ്മൾ ഒരു വേറെ പ്ലാറ്റ്ഫോമിൽ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെലിഗ്രാമിൽ നമുക്ക് കൂടുതൽ ഡെഡിക്കേറ്റ് ആയി നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഡെവലപ്പേഴ്സും പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ഒരു വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോഴുള്ള സംശയങ്ങൾ പെട്ടെന്ന് അതിൽ ചോദിച്ചാൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോർമലി ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസിലേക്ക് പോകുന്ന ടൈമിൽ നമ്മൾ ഈ വർക്കിൻ്റെ ബേസ്ഡ് ആണ് പിന്നെ മൊത്തം പോകുന്നത്. കാരണം ഈ ഗ്ലോബൽ എക്സിക്യൂഷനും പിന്നെ അതുപോലെ തന്നെ ഈ ഫങ്ഷൻ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാവുള്ളൂ. ചിലതൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പറായി എഴുതി വെച്ച് പഠിക്കുക. അതിലെന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ വീണ്ടും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ രണ്ട് രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. ഒന്ന് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്, ഇന്നൊന്ന് ഫങ്ഷൻ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് എന്താ ചെയ്യുന്നത്, ഈ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ്, അത് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് വെച്ചാൽ നോർമലി ഉണ്ടാകുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ടൈമിൽ ഫങ്ഷൻ്റെ ഉള്ളിലല്ലാത്ത എല്ലാതും, മനസ്സിലായോ, ഫങ്ഷൻ്റെ ഉള്ളിലല്ലാത്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് കോഡ്, ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ഫയല് എപ്പോഴാണോ നമ്മളെ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് റിസീവ് ചെയ്യുന്നത്, അതായത് ജാവാസ്ക്രിപ്റ്റ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിൻ റിസീവ് ചെയ്യുന്നത്, ആ എഞ്ചിൻ റിസീവ് ചെയ്യുമ്പോൾ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ, ഒരു എൻവയറമെൻ്റ് ആണ്, ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സിക്യൂഷനാണ് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഇത് വെച്ചാൽ ഡിഫോൾട്ട് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ആണ്. അതായത് എന്ത് ഫയലും ജാവാസ്ക്രിപ്റ്റിന് എന്ത് കോഡ് വന്നു കഴിഞ്ഞാലും ക്രിയേറ്റ് ചെയ്യുന്ന, പക്ഷേ വിത്തൗട്ട് ഫങ്ഷൻ അല്ലാത്ത ഏത് കോഡും
ഓക്കെ, ഫങ്ഷൻ അല്ലാത്ത ഏത് കോഡിനെയും ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ റിസീവ് ചെയ്യുമ്പോൾ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂഷനെയാണ് എന്ത് പറയുക, ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഫങ്ഷൻ ഇല്ല, ഒന്നും കൂടി ഞാൻ വീണ്ടും പറയാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡ് എപ്പോഴാണോ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് എന്ത്, ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, പക്ഷെ അതിൽ എന്തുണ്ടാവില്ല, ഫങ്ഷൻ ഇൻക്ലൂഡ് ആയിരിക്കൂല. കാരണം എന്താ, ഫങ്ഷൻ റിസീവ് ആവുന്ന വേറൊരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പായ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. അതായത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ടൈമിൽ ഒറ്റവട്ടം ക്രിയേറ്റ് ചെയ്യുന്ന ഒറ്റവണ്ണം, അതായത് മൊത്തം ഫയലിന് തന്നെ ഒറ്റ ഒരു എന്തേ ഉണ്ടാവുള്ളൂ, ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഒരു വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം മനസ്സിലായി, ഇപ്പോൾ തിയറിറ്റിക്കലി ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി അടുത്തതാണ് ഫങ്ഷൻ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഈ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴാണോ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, നമ്മൾ ആ പഠിച്ചിരുന്നു എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്, എന്നിട്ട് അതിനെങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ കോൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ അത് കോളിംഗ് ആയി. അപ്പോൾ എപ്പോഴാണോ കോളിംഗ് നടക്കുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ എവിടെയൊക്കെയോ കോളിംഗ് നടക്കുന്നത്, ആ കോള് നടക്കുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് ഈ പറഞ്ഞ FEC അതായത് ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കണം. ഒരു ബോക്സ് ഉണ്ട്, അതാണ് എന്ത്, ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഇപ്പം എപ്പോഴാണോ കോൾ ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ കാണുന്നു, ആ ഫംഗ്ഷൻ്റെ താഴത്ത് എന്ത് ചെയ്യും, കോൾ ചെയ്യുന്നു. ആ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, മീൻസ് ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ക്രിയേറ്റ് ആവുന്ന എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ പേരാണ് ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. അത് എവിടെയാണ് ഉണ്ടാകുന്നത്, GEC അതായത് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിനുള്ളിൽ വേറൊരു കോണ്ടെക്സ്റ്റും കൂടി ക്രിയേറ്റ് ആവും, അതാണ് ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എപ്പോഴൊക്കെയാണോ ഫങ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഫങ്ഷൻ കോളിങ്ങിൻ്റെ ടൈമിലൊക്കെ ഇത് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു ഫങ്ഷൻ കോളിങ്ങിൽ എന്ത് ചെയ്യും, FEC ക്രിയേറ്റ് ചെയ്യും. FEC മീൻസ് ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ നേരെ മറിച്ച് ഗ്ലോബൽ എക്സിക്യൂഷൻ്റെ കോണ്ടെക്സ്റ്റിൻ്റെ അങ്ങനെയല്ല. അത് എപ്പോഴാണോ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ടോട്ടൽ കോഡ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിനെ മീൻസ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിൽ കിട്ടുമ്പോൾ ക്രിയേറ്റ് ആവുന്നതാണ്, ഒറ്റവട്ടം ക്രിയേറ്റ് ആവുള്ളൂ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. പക്ഷേ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണോ കോളിംഗ് എന്ന് കാണുന്നത്, അതായത് ഫംഗ്ഷൻ്റെ കോളിംഗ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ ഫങ്ഷണൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതല്ലാണ്ട് ഈ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ട്. അതായത് ഇത് നേരെ എന്തെങ്കിലും ക്രിയേറ്റ് ആവില്ല. ഇവിടെ രണ്ട് ഫേസ് ഉണ്ട്, ഒന്ന് ക്രിയേഷൻ ഫേസും പിന്നെ അതുപോലെ എക്സിക്യൂഷൻ ഫേസും. അതായത് ക്രിയേഷൻ ഫേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെ മെമ്മറി ഉണ്ടാവും, പിന്നെ വേരിയബിൾസ് ഫങ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എവിടെ എന്നുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് അത് നമ്മൾ എക്സിക്യൂഷൻ നടക്കുന്ന ടൈമിലുള്ള ഒരു ഫേസും കൂടി ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല കണ്ടന്റ്സ് വീണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം IT കരിയറിൽ വരണം എന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്ത പോലെ ആവും, നിങ്ങൾ അവരെയും സഹായിക്കുന്ന രീതിയിലാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ 24/7 എന്തുണ്ട്, നമ്മളെ സപ്പോർട്ട് ഉണ്ട്, ടെലിഗ്രാം സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് അതും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ പ്ലേലിസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ആ ടൈമിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ, ആ രീതിയിലായിരിക്കും നമ്മൾ പോവുക. അതെല്ലാം നമ്മൾ ഈ ടെലിഗ്രാമിൽ നിന്ന് മാറി വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.